ഹലോ കൂട്ടുകാരെ, കുറച്ച് ദിവസം മുന്നേ സുന്ദരി ചീര പാകിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊടിയിൽ കുറച്ച് വെണ്ട വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം മുളച്ച് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ വഴുതിരിങ്ങ തൈകളൊക്കെ നട്ടു, വെണ്ടയ്ക്ക നട്ട്. ഓൾറെഡി വെച്ച വഴുതിരിങ്ങയും വെണ്ടയും മറ്റുമൊക്കെ ആയിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ടെറസിൻ്റെ മുകളിലാണുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മളെ തൊടിയിലാണ് ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാന്താരിയും അതുപോലെ ചീനിമുളകിൻ്റെയൊക്കെ കായൊക്കെ നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കോഴികളുടെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പുകളൊക്കെ ഓരോ ചെടികളുടെ അടുത്തായിട്ട് വെച്ചിരിക്കുന്നത്. അവർ ചെനക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളപ്രയോഗങ്ങൾ പറയുമ്പോൾ കരിയില കമ്പോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ആട്ടിൻകാട്ടം, പിന്നെ കോഴിക്കാട്ടം, ഇതൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ധാരാളം പച്ചക്കറികൾ കിട്ടുന്നുണ്ട്, അതുപോലെ പുറത്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ പയർ ചെടിയും മറ്റുമൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴി ചെനക്കലൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഒക്കെ ടെറസിൻ്റെ മുകളിലാണ് കുറേ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ തൊടിയിലൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഓരോരുത്തർക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്ന് വെച്ച് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് മനസ്സിനൊരു സന്തോഷം കൂടിയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു പച്ചക്കറികളുടെ പരിപാലനവും മറ്റൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്.